ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്, ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ മാറ്ററിൻ്റെ വിവിധ അവസ്ഥകളെക്കുറിച്ച് പഠിച്ചു. ഫിസിക്കൽ സ്റ്റേറ്റുകൾ, അതേപോലെ തന്നെ കെമിക്കലി പലതായി ക്ലാസിഫിക്കേഷൻ നടത്തി. എന്തായിരുന്നു ഫിസിക്കൽ സ്റ്റേറ്റുകളൊക്കെ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നിങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ട്. ദി ഐഡിയ ഓഫ് visibility of matter was considered long back in India around 500 BC. 500 BC തന്നെ ഇന്ത്യയിൽ മാറ്ററിൻ്റെ ആ ഒരു അവസ്ഥകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് 500 BC ബിഫോർ ക്രൈസ്റ്റ് BC 500 തന്നെ ഉണ്ടായിരുന്നു. മഹാഋഷി കനാഡ് ആൻഡ് ഇന്ത്യൻ ഫിലോസഫർ ഡിസ്കസ് ഇറ്റ് ഇൻ ഹിസ് ദർശൻ, വൈശേഷിക് ദർശൻ. അദ്ദേഹത്തിൻ്റെ വൈശേഷിക് ദർശൻ ആരൊക്കെ? മഹാഋഷി കനാഡും അതേപോലെ തന്നെ ഇന്ത്യൻ ഫിലോസഫറും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏതിൽ? ദർശൻ എന്ന ഒരു വേദത്തിലോ അല്ലെ ദർശൻ എന്ന അദ്ദേഹത്തിൻ്റെ രചനയിലോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഹി സെഡ്, ഇഫ് വി ഗോ ഓൺ ഡിവൈഡിങ് മാറ്റർ വി ഷാൽ ഗെറ്റ് സ്മോളർ ആൻഡ് സ്മോളർ പാർട്ടിക്കിൾസ്. നമ്മൾ ഏതെങ്കിലും ഒരു മാറ്ററിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ ചെറുതാക്കി വീണ്ടും ചെറുതാക്കി അങ്ങനെ വളരെ ചെറിയ അവസ്ഥയിലേക്ക് അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എ സ്റ്റേജ് വുഡ് കം ബിയോണ്ട് വിച്ച് ഫർദർ ഡിവിഷൻ വിൽ നോട്ട് ബി പോസിബിൾ. അങ്ങനെ കട്ട് ചെയ്ത് ചെറിയ കണികളായി കട്ട് ചെയ്ത് പിന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും, അത്രയും ചെറിയ. ഓക്കെ, ഹി നെയിംഡ് ദിസ് പാർട്ടിക്കിൾ ആസ് പരമാണു. ആ ഒരു ചെറിയ പാർട്ടിക്കിളിന് അദ്ദേഹം പരമാണു എന്ന് പേര് വിളിച്ചു. എന്താണ് അദ്ദേഹം വിളിച്ചത്? അദ്ദേഹം അതിനെ പരമാണു എന്ന് വിളിച്ചു. ദിസ് കൺസെപ്റ്റ് വാസ് ഫർദർ ഇലാബറേറ്റഡ് ബൈ അനദർ ഇന്ത്യൻ ഫിലോസഫർ, പകുധ കഠ്യായൻ. പകുധ കഠ്യായൻ എന്ന് പറയുന്ന ഒരാൾ ഈ ഒരു കൺസെപ്റ്റിനെ ഒന്നും കൂടിയും വിശദീകരിച്ച് പിന്നീട് പറയുകയുണ്ടായി. Katyan said that these particles normally exist in combined form, which gives us various forms of matter. ഈ ചെറിയ പരമാണു എന്ന് പറയുന്ന സാധനം അതൊരൊറ്റയ്ക്ക് നിൽക്കില്ല, അതൊരു കമ്പൈൻഡ് ഫോമായിട്ട് മാത്രമേ നിൽക്കുകയുള്ളൂ, ഒരുമിച്ച് നിൽക്കുകയുള്ളൂ, ഒറ്റയ്ക്ക് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്ററിൻ്റെ വിവിധ അവസ്ഥകൾ കിട്ടുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ആര്? കഠ്യായൻ പറഞ്ഞു. കഠ്യായൻ മുമ്പ് പറഞ്ഞ ആളുകൾ, അതായത് മഹാഋഷി കനാഡ്, അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു. അറൗണ്ട് ദി സെയിം ഏരിയ ആൻസിസ്റ്റന്റ് ഗ്രീക്ക് ഫിലോസഫർ ഡെമോക്രിറ്റസ് 460 to 370 BC, 460-370 BC കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് ഡെമോക്രിറ്റസ്. ആൻഡ് Leucippus suggested that if we go on dividing matter, a stage will come when further division of particle will not be possible. അപ്പോൾ ഡെമോക്രിറ്റസും ല്യൂസിപ്പസും ഒക്കെ എന്താ പറഞ്ഞത്? ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് വീണ്ടും കട്ട് ചെയ്യാൻ പറ്റാത്ത അത്രയും ചെറിയൊരവസ്ഥയിലെത്തും. ഡെമോക്രിറ്റസ് കോൾഡ് ദിസ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആറ്റംസ്. അപ്പോൾ ആരാണ് ആദ്യം ആറ്റംസ് വിളിച്ചത്? ഡെമോക്രിറ്റസ് ആണ് അതിനെ ആറ്റംസ് എന്ന് വിളിച്ചത്. വിച്ച് മീൻസ് ഇൻഡിവിസിബിൾ. അതിനെ ഇൻഡിവിസിബിൾ എന്നുള്ളത് അർത്ഥത്തിൽ നിന്നാണ് അതിൻ്റെ മീനിങ് ആണ് അതിന് വരിക. ഇത് ഫുള്ളായിട്ട് എഴുതിയെടുക്കുന്നു വേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദിസ് ഐഡിയ വർ ബേസ്ഡ് ഓൺ ഫിലോസഫിക്കൽ കൺസിഡറേഷൻസ്. എക്സ്പെരിമെൻ്റൽ വർക്ക് ടു വാലിഡേറ്റ് ദിസ് ഐഡിയ കുഡ് നോട്ട് ബി ഡൺ ടിൽ ദി 18th century. 18ാം നൂറ്റാണ്ട് വരെ ഇതിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളോ കൂടുതൽ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. 18ാം നൂറ്റാണ്ടിന് ശേഷമാണ് അതിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളും എക്സ്പെരിമെൻ്റലി കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്തത്. അതുവരെ ഏകദേശം ഒരു തത്വചിന്താപരമായ രീതിയിൽ അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. എന്നാൽ നമുക്ക് മെയിൻ കാര്യങ്ങളിലേക്ക് കടക്കാം. There was loss of chemical combinations. ഹെഡിങ് ചെയ്ത There was tremendous progress in chemical science ആഫ്റ്റർ 18th century. 18ാം നൂറ്റാണ്ടിന് ശേഷം രസതന്ത്ര ശാസ്ത്രത്തിൽ വളരെ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. കെമിസ്ട്രിയിലൊക്കെ വളരെ വലിയ ഒരു പുരോഗതിയാണ് 18ാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായത്. It arose out of an interest in the nature of heat
ആൻഡ് ദി വേറ്റിങ്സ് ബേൺ, ഹീറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ ബേണിങ്, കത്തുന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ 18ാം നൂറ്റാണ്ടിന് ശേഷമാണ് ചർച്ച ചെയ്യപ്പെട്ടത്. Major progress were made through careful use of chemical balance to determine the change in mass that occur in chemical reactions. അതായത് കെമിക്കൽ ബാലൻസ്, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ആളുകൾ, അതായത് റിയാക്റ്റൻറ്റുകൾ, ആളുകൾ മീൻസ് അതിൽ റിയാക്റ്റൻറ്റ്. ഇപ്പം പഞ്ചസാര വെള്ളമാണെങ്കിൽ പഞ്ചസാരയും വെള്ളവും അതിൽ റിയാക്റ്റൻ്റ് ആണ്, അതിൻ്റെ പ്രൊഡക്റ്റാണ് പഞ്ചസാര ലായനി എന്ന് പറയുന്ന ഷുഗർ സൊല്യൂഷൻ കിട്ടുന്നത്. എന്നതുപോലെ ഫ്രഞ്ച് കെമിസ്റ്റ് അന്റോണി ലാവോയിസർ എന്ന് പറയുന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ, അദ്ദേഹം എന്ത് പരീക്ഷണം നടത്തിയത്? ഈ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളൊരു പരീക്ഷണം നടത്തുമ്പോൾ അതിൽ എന്താണോ പരീക്ഷണം നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അത് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതേ വെയിറ്റ് തന്നെയുള്ള വസ്തുക്കൾ തന്നെയാണോ കിട്ടുന്നത്, വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ ആ വെയിറ്റ് എങ്ങോട്ടാണ് പോകുന്നത്, കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രഞ്ച് കെമിസ്റ്റ് അന്റോണി ലാവോയിസർ പരീക്ഷണം നടത്തിയത്. എന്തായിരുന്നു അദ്ദേഹം നടത്തിയ പരീക്ഷണം? He heated mercury in a sealed flask that contained air. വളരെ മൂടിയ ഒരു ഫ്ലാസ്ക്, സീൽ ചെയ്ത ഫ്ലാസ്ക്, അതിൽ നിന്ന് എയറൊന്നും പുറത്തേക്ക് വരില്ല. അതിൽ മെർക്കുറി ഉണ്ട്, അതിന് നന്നായിട്ട് ഹീറ്റ് ചെയ്ത്. ആഫ്റ്റർ സെവറൽ ഡേയ്സ് എ റെഡ് സബ്സ്റ്റൻസ് മെർക്കുറി ടു ഓക്സൈഡ് വാസ് പ്രൊഡ്യൂസ്ഡ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തായി? അതിൽ മെർക്കുറി ടു ഓക്സൈഡ് എന്ന് പറയുന്ന റെഡ് കളറുള്ള സബ്സ്റ്റൻസ് ഫോം ചെയ്തു. ദി ഗ്യാസ് റിമൈനിങ് ഇൻ ദി ഫ്ലാസ്ക് വാസ് റെഡ്യൂസ്ഡ് ഇൻ മാസ്. അപ്പോൾ അതിലുള്ള ആദ്യം ഉണ്ടായിരുന്ന എയർ അല്ലെങ്കിൽ ഗ്യാസ്, അതിൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ദി റിമൈനിങ് ഗ്യാസ് വാസ് neither able to support combustion nor life. അതായത് കത്തുന്നതിനെ സഹായിക്കുന്ന ഒരു വാതകമായിരുന്നില്ല അത്. കത്തുന്നതിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഓക്സിജൻ ആയിരിക്കും, പക്ഷെ ഓക്സിജൻ അല്ലാത്തത് കത്താൻ സഹായിക്കില്ലല്ലോ. അപ്പോൾ അദ്ദേഹം അതിനെ ഡിറ്റർമൈൻ ചെയ്തു. ദ റിമൈനിങ് ഗ്യാസ് ഇൻ ദി ഫ്ലാസ്ക് വാസ് ഐഡന്റിഫൈഡ് ആസ് നൈട്രജൻ. അത് നൈട്രജൻ ആയിരുന്നു ബാക്കിയുള്ള ഗ്യാസുകൾ. ദി ഗ്യാസ് വിച്ച് കമ്പൈൻഡ് വിത്ത് മെർക്കുറി വാസ് ഓക്സിജൻ. അപ്പോൾ അതിലുണ്ടായിരുന്ന ഓക്സിജൻ എന്തായി? മെർക്കുറി ആയിട്ട് റിയാക്ട് ചെയ്തു. ഫർദർ ഹി കെയർഫുള്ളി പെർഫോംഡ് ദി എക്സ്പെരിമെൻറ്റ് ബൈ ടേക്കിംഗ് ദി വെയ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് മെർക്കുറി ടു ഓക്സൈഡ്. അദ്ദേഹം മെർക്കുറി ടു ഓക്സൈഡ് എന്ന് പറയുന്ന റെഡ് സബ്സ്റ്റൻസിൻ്റെ മാസ് എടുത്ത് പരിശോധിച്ച് നോക്കി. And after strong heating, he found that mercury to oxide, red in color, was decomposed into mercury and oxygen. പിന്നെ ഒന്നും കൂടി ഹീറ്റ് ചെയ്തപ്പോൾ അതിലുള്ള മെർക്കുറി ടു ഓക്സൈഡ്, മെർക്കുറി വേറെ പോയി, ഓക്സിജൻ വേറെ പോയി. ഓക്കെ, അങ്ങനെ he found mercury to oxide, red in color into mercury oxide. He weighed both mercury and oxygen and found the combined mass was equal to that of the mercury to oxide. അദ്ദേഹം മെർക്കുറിയെ വേറെ വെയിറ്റ് ചെയ്തു, ഓക്സിജൻ്റെ വെയിറ്റ് വേറെ എടുത്ത് നോക്കി. അപ്പോൾ രണ്ടും കൂടിയും ആഡ് ചെയ്താൽ കിട്ടുന്ന വെയിറ്റാണ് മെർക്കുറി ടു ഓക്സൈഡ് എന്ന് പറയുന്ന റെഡ് സബ്സ്റ്റൻസിന് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? എത്ര വെയിറ്റുള്ള ഓക്സിജൻ എത്രയാണോ എടുത്തത്, എത്രയാണോ മെർക്കുറി എടുത്തിട്ടുള്ളത്, ഇത് രണ്ടിൻ്റെയും വെയിറ്റ് ആഡ് ചെയ്താൽ കിട്ടുന്ന അതേ വെയിറ്റ് ആയിരിക്കും മെർക്കുറി ടു ഓക്സൈഡ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് കിട്ടുക. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ 500 ഗ്രാം പഞ്ചസാരയും 500 ഗ്രാം വെള്ളവും എടുത്ത് ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫൈനലി കിട്ടുന്ന പ്രൊഡക്റ്റ് ഷുഗർ സൊല്യൂഷൻ എത്ര ഉണ്ടാവും? 1 കിലോഗ്രാം ഉണ്ടാവും. 500 അര കിലോ. അപ്പോൾ അവിടെ പ്രൊഡക്റ്റ്, അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്ന ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്റ്റൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാവോയിസർ ഒരു ലോ ഉണ്ടാക്കി. ആ ലോ ആണ് ഇന്നും നിലനിൽക്കുന്ന വളരെ പ്രസിദ്ധമായ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അപ്പോൾ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും, in every chemical reaction total mass of all reactant is equal to the total mass of all product. This law is known as law of conservation of mass. അപ്പോൾ ഈ ഒരു ലോ എന്താണ്? എല്ലാ കെമിക്കൽ റിയാക്ഷനിലും
ടോട്ടൽ വെയിറ്റ് ഓഫ് റിയാക്റ്റൻ്റ്, റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സാധനങ്ങളുടെ ടോട്ടൽ വെയിറ്റ് തന്നെയായിരിക്കും ദി ടോട്ടൽ വെയിറ്റ് ഓഫ് ദി പ്രൊഡക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ ലോ കൊണ്ടുവന്നത് അന്റോണി ലാവോയിസർ ആണ്. There was rapid progress in science after chemists began accurate determination of mass of reactant and product. ഓരോ റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയൊക്കെ മാസ് വളരെ ആക്യുറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നീട് കണ്ടെത്തിയപ്പോൾ എന്തായി, ഒന്നുകൂടി കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റി. ഫ്രഞ്ച് കെമിസ്റ്റ് Claude Berthollet and Joseph Prost worked on ratio by mass of two elements which combine to form a compound. ഫ്രഞ്ച് ശാസ്ത്രജ്ഞരായിട്ടുള്ള ബെർത്തലെറ്റും ആൻഡ് ജോസഫ് പ്രോസ്റ്റ് എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാർ, അദ്ദേഹം ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുകയാണെങ്കിൽ എലമെൻറ്റുകൾ കൂടിച്ചേർന്നിട്ട് കോമ്പൗണ്ടായി മാറും. ഈ കോമ്പൗണ്ടിൻ്റെ ഓരോ എലമെൻറ്റിൻ്റെയും റേഷ്യോസ്, അനുപാതങ്ങൾ അവർ കാൽക്കുലേറ്റ് ചെയ്തു. സോ കെയർഫുൾ വർക്ക് പ്രോസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ദി ഫണ്ടമെൻ്റൽ ഓഫ് ഡെഫിനിറ്റ് ഓർ കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ ഇൻ അതായത് പ്രോസ്റ്റ് എന്താണ് അവിടെ കണ്ടെത്തിയിട്ടുള്ളത്? ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ടാക്കി. വാട്ട് ഈസ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഇൻ എ ഗിവൺ, അവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിങ്ക് കളറിൽ, ഇൻ എ ഗിവൺ കെമിക്കൽ കോമ്പൗണ്ട് ദി പ്രൊപ്പോർഷൻ ബൈ മാസ് ഓഫ് ദി എലമെൻറ്റ് ദാറ്റ് കമ്പോസ് ഇറ്റ് ആർ ഫിക്സ്ഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഒറിജിൻ ഓഫ് ദി കോമ്പൗണ്ട് ഓർ ഇറ്റ്സ് മോഡ് ഓഫ് പ്രിപ്പറേഷൻ. പിന്നെ ഗിവൺ കെമിക്കൽ കോമ്പൗണ്ട്, നമ്മൾ കെമിക്കൽ കോമ്പൗണ്ട് എടുത്ത് പരിശോധിക്കുകയാണ്. ദി പ്രപ്പോർഷൻസ് ബൈ മാസ് ഓഫ് ദി എലമെൻറ്റ്സ് ദാറ്റ് കമ്പോസ് ഇറ്റ് ആർ ഫിക്സ്ഡ്. അപ്പോൾ ഏതൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുക, എലമെൻറ്റുകൾ കൂടി ചേർന്നിട്ടാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ വാട്ടർ, അവിടെ ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്, ഇത് കൂടിച്ചേർന്നിട്ടാണ് H2O എന്ന് പറയുന്ന വാട്ടർ ഫോം ചെയ്തിട്ടുള്ളത്. അതിലുള്ള ഓരോ എലമെൻറ്റും ഹൈഡ്രജൻ ആയാലും ഓക്സിജൻ ആയാലും നിശ്ചിത റേഷ്യോയിലാണ് അത് അടങ്ങിയിട്ടുള്ളത്, അല്ലേ? 2 ഹൈഡ്രജൻ 1 ഓക്സിജനാണ് അടങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ റേഷ്യോ നിലനിൽക്കുന്നുണ്ട് എന്ന് ആര് പറഞ്ഞു? പ്രോസ്റ്റ് കൊണ്ടുവന്നു, ജോസഫ് പ്രോസ്റ്റ്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ഒറിജിൻ ഓഫ് ദി കോമ്പൗണ്ട് ഓർ ഇറ്റ്സ് മോഡ് ഓഫ് പ്രിപ്പറേഷൻ. അത് എവിടെ നിന്നാണ് വന്നത് എന്ന് നോക്കാതെ ആ ഒരു കോമ്പൗണ്ട് വാട്ടർ ആണോ എങ്ങനെ അതിൽ ആ റേഷ്യോയിലേക്കുണ്ടോ. അത് നദിയിൽ നിന്നെടുത്ത വാട്ടർ ആണെങ്കിലും ശരി, വെള്ളം കിണറിൽ നിന്ന് എടുത്തതാണെങ്കിലും ശരി, H2O ആയിരിക്കും എവിടെ നിന്ന് എടുത്താലും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻ പ്യുവർ വാട്ടർ ഇൻസ്റ്റൻസ് ദി റേഷ്യോ ഓഫ് മാസ് ഓഫ് ഹൈഡ്രജൻ ടു ദി മാസ് ഓഫ് ഓക്സിജൻ ഈസ് ഓൾവേസ് 1:8 ഇറസ്പെക്റ്റീവ് ഓഫ് ദി സോഴ്സ് ഓഫ് വാട്ടർ. നമുക്കറിയാം ഹൈഡ്രജൻ്റെ മാസ്, സൈഡിൽ എഴുതി വെച്ചാൽ ഹൈഡ്രജൻ്റെ മാസ് 1 ഗ്രാമാണ് അല്ലെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയാം, 1 യൂണിറ്റ്. ഓക്സിജൻ്റെ മാസ് 16 യൂണിറ്റ് ആണ്. അപ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ടാകുമ്പോൾ 2 ഗ്രാം ഹൈഡ്രജൻ അല്ല 2 യൂണിറ്റ് ഹൈഡ്രജൻ എടുക്കുമ്പോൾ 2:16, രണ്ടെണ്ണത്തിന് ഒന്നേ ഉള്ളൂ. അപ്പോൾ 2:16 എന്നാണ് കിട്ടുക. 2:16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:8 ആണ്. രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ 2 കൊണ്ട്. 2:16 = 1:8. അപ്പോൾ അവിടെ എന്താണ് ടെസ്റ്റ് കൊടുത്തിട്ടുള്ളത്? 1:8 ആണ് ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും മാസിലുള്ള റേഷ്യോ. ഇനി അതും അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഇൻ അതർ വേർഡ്സ്, പ്യുവർ വാട്ടർ കണ്ടെയ്ൻസ് 11.11% of hydrogen and 88.89% of oxygen by mass. Whether water is obtained from well, river or from pond. വെള്ളം നദിയിൽ നിന്നെടുത്തതായാലും കിണറിൽ നിന്നെടുത്തതായാലും കുളത്തിൽ നിന്നെടുത്തതായാലും അതിലുള്ള മാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 11.11% ഹൈഡ്രജൻ ആയിരിക്കും, 88.89% ഓക്സിജൻ ആയിരിക്കും. നമുക്കറിയാം ടോട്ടൽ മാസ് കൂട്ടി നോക്കാം. ഹൈഡ്രജൻ്റെ 2 ഗ്രാം, ഓക്സിജൻ്റെത് 16 ഗ്രാം. 2 ഹൈഡ്രജൻ 2 ഗ്രാം, ഓക്സിജൻ്റെ 16 ഗ്രാം. ടോട്ടൽ എത്രയാണ്? 18 ഗ്രാം.
അപ്പോൾ 18ൽ ഹൈഡ്രജൻ്റെ സാന്നിധ്യം എന്ന് പറയുന്ന അവിടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും 18 2/18 × 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2/18 × 100 ചെയ്താൽ ഇവിടെ ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് കിട്ടും 11.11. അതേപോലെ ഓക്സിജൻ്റെ 16/18 × 100 ചെയ്താൽ ഓക്സിജൻ്റെ പെർസെൻറ്റേജും കിട്ടും. ഇങ്ങനൊരു പെർസെൻറ്റേജ് എല്ലാ കാര്യത്തിലും നിലനിൽക്കുന്നുണ്ട്. അതിപ്പം CO2 കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഒരു കാർബൺ എടുക്കുമ്പോൾ 2 ഓക്സിജൻ എടുക്കുന്നുണ്ട്. അവിടെയും ഇതേപോലെ ഒരു മാസിൻ്റെ ഒരു റേഷ്യോ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനിയാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യം, ഡാൽട്ടൺസ് അറ്റോമിക് തിയറി. ഓക്കെ, the English scientist John Dalton was by no means the first person who proposed the existence of atoms. ആദ്യമായി ആറ്റത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. പേര് നൽകിയത് വേറെ ആളാണെങ്കിലും ആരായിരുന്നു പേര് നൽകിയത്? നമ്മൾ നേരത്തെ പഠിച്ചു, പേര് നൽകിയത് ഡെമോക്രിറ്റസ് ആണ്. പക്ഷെ അദ്ദേഹത്തിന് പരീക്ഷണാടിസ്ഥാനത്തിലൊന്നും പറയാൻ പറ്റിയിട്ടില്ല. ഇതിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ പറഞ്ഞത് ഡാൾട്ടൺ ആയിരുന്നു. ഓക്കെ, ദി എക്സിസ്റ്റൻസ് ഓഫ് ആറ്റം. As we have seen the previous section, such ideas date back to classical times. പുരാതന കാലത്ത് പറഞ്ഞ പോലെ ഒരു തത്വചിന്ത എന്നുള്ള അദ്ദേഹം കുറേ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. അത് ജോൺ ഡാൾട്ടൺ. Dalton's major contribution was arrange those ideas in proper order and give evidence for existence of atoms. അദ്ദേഹത്തിൻ്റെ ഐഡിയ ഓർഡറായിട്ട് പിന്നെ എക്സിസ്റ്റൻസിനെ തെളിയിക്കുന്ന രീതിയിൽ ചുവടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. മാറ്റർ കൺസിസ്റ്റൻസ് ഓഫ് ഇൻവിസിബിൾ ആറ്റംസ്. ഓരോ മാറ്റർ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും വസ്തുക്കൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വളരെ ഇൻവിസിബിൾ, നമ്മൾ കണ്ണുകളെ കൊണ്ട് ദർശിക്കാൻ പറ്റാത്ത ആറ്റംസ് ഉണ്ട്. ഓൾ ദി ആറ്റംസ് ഓഫ് എ ഗിവൺ കെമിക്കൽ എലമെൻറ്റ് are identical in mass and in all other properties. നമ്മൾ പഠിച്ചു എലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരേപോലെയുള്ള ആറ്റംസ് ആയിരിക്കും. ഗോൾഡ് ആണ് ഗോൾഡ് മാത്രം, അലൂമിനിയം ആണ് അലൂമിനിയം മാത്രം. അങ്ങനെയുള്ളൊരു എലമെൻ്റ് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിലുള്ള ഓരോ ആറ്റത്തിൻ്റെയും മാസും മറ്റുള്ള എല്ലാ പ്രോപ്പർട്ടീസും സെയിം ആയിരിക്കും. മൂന്നാമത് ഡിഫറെൻറ്റ് കെമിക്കൽ എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആറ്റംസ് and in particular such atoms have different masses. ഇനി വ്യത്യസ്തമായ കെമിക്കൽ എലമെൻ്റ് എടുക്കുകയാണെങ്കിൽ അലൂമിനിയം ഗോൾഡും എടുക്കുകയാണെങ്കിൽ രണ്ടും 2 ആറ്റമാണ്. അപ്പോൾ അതിൻ്റെതായ ആറ്റത്തിൻ്റെ മാസിലും മറ്റുള്ള പ്രോപ്പർട്ടീസിലും വ്യത്യാസമുണ്ടാകും. ആറ്റംസ് ആർ ഇൻഡെസ്ട്രക്റ്റിബിൾ ആൻഡ് റീറ്റെയിൻ ദെയർ ഐഡൻറ്റിറ്റി ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ആറ്റത്തിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാൻ പറ്റാത്തതാണ്. അതിനെ ഇനി വീണ്ടും ചെറുതാക്കാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല. ദി ഫോർമേഷൻ ഓഫ് എ കോമ്പൗണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു സ്വഭാവം എല്ലാ കെമിക്കൽ റിയാക്ഷനിലും നിലനിർത്തുന്നുണ്ട്. ഇപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജൻ്റെ ആ ഗ്യാസ് സ്റ്റേജിലുള്ള പ്രോപ്പർട്ടീസ്. ഇനിയിപ്പോൾ ഇനേർട്ട് ഗ്യാസ് ആണെങ്കിൽ അത് റിയാക്ഷനിലൊന്നും പങ്കെടുക്കാതെ വേറെ നിൽക്കും, ആർഗൺ പോലെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള ഓരോ ആറ്റത്തിൻ്റെയും സ്വഭാവം അത് പിന്നെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ആറ്റത്തിൻ്റെ വീണ്ടും നമുക്ക് ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യാനും പറ്റില്ല. ദി ഫോർമേഷൻ ഓഫ് എ കോമ്പൗണ്ട് ഫ്രം ഇറ്റ്സ് എലമെൻറ്റ് ഒക്കർ ത്രൂ ദി കോമ്പിനേഷൻ ഓഫ് ആറ്റംസ്. ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുക വ്യത്യസ്തമായ എലമെൻറ്റുകൾ കൂടിച്ചേർന്നിട്ടാണ്. ഓക്കെ, ഹൈഡ്രജൻ്റെ മാത്രമാണെങ്കിൽ ഹൈഡ്രജൻ എലമെൻ്റ് എന്ന് പറയും. പക്ഷേ ഹൈഡ്രജനും ഓക്സിജനും കൂടി 2 എലമെൻറ്റ് കൂടി ചേർന്ന് അവിടെ കോമ്പൗണ്ട് ഫോം ചെയ്തു, വാട്ടർ. അപ്പോൾ അവിടെ അങ്ങനെ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ഉണ്ടായി. ഓഫ് അൺലൈക്ക് എലമെൻറ്റ്സ് ഇൻ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ. അവിടെ ഒരു ഹോൾ നമ്പർ റേഷ്യോയിൽ
ചെറിയ ഹോൾ നമ്പർ റേഷ്യോയിൽ നിന്ന് വ്യത്യസ്തമായി ആറ്റത്തിൻ്റെ കോമ്പിനേഷനിൽ കൂടെയാണ് ഓരോ കെമിക്കൽ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഈ 5 കാര്യങ്ങളാണ് ജോൺ ഡാൽട്ടൺ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, Dalton's atomic theory not only explained the law of conservation of mass and law of constant proportions, but also predicted the new ones. അദ്ദേഹത്തിൻ്റെ ലോയിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ എന്ത് പറഞ്ഞു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ ഹൈഡ് ചെയ്ത് പറഞ്ഞതുപോലെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ലോ എടുത്ത് പരിശോധിക്കുകയാണ്. എന്താണ് അതിൽ പറയുന്നത്? ക്ലിയർലി റിലേറ്റഡ് ടു ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആയിട്ട് റിലേഷൻ ഉണ്ട്. എവരി ആറ്റംസ് ഓഫ് ആൻ എലമെൻറ്റ് ഹാസ് ഡെഫിനിറ്റ് മാസ്. എല്ലാ ആറ്റത്തിനും ഒരു നിശ്ചിത മാസ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഓൾസോ ഇൻ കെമിക്കൽ റിയാക്ഷൻ ദർ ഈസ് റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ്. കെമിക്കൽ റിയാക്ഷൻ്റെ കേസിൽ അവിടെ റീഅറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റീഅറേഞ്ച്മെൻറ്റ് നടക്കുന്നുണ്ട്. ദെർഫോർ ആഫ്റ്റർ ദി റിയാക്ഷൻ, ഒരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് ഷുഡ് റിമെയിൻ ദി സെയിം. അപ്പോൾ അതിൻ്റെ മാസും സെയിം ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്ത് വരുമ്പോൾ സെയിം ആയിരിക്കും. ദ ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു എക്സ്പ്ലെയിൻ ദി ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. അദ്ദേഹത്തിൻ്റെ 5ാമത്തെ ലോ, അത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ ശരിവെക്കുന്ന രീതിയിലാണ്. എ കോമ്പൗണ്ട് ഈസ് എ ടൈപ്പ് ഓഫ് മാറ്റർ. ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് മാറ്റർ ആണ്. കണ്ടെയ്നിങ് ദി ആറ്റംസ് ഓഫ് 2 or more എലമെൻറ്റ് ഇൻ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ. അപ്പോൾ 2 അതിലധികമോ എലമെൻറ്റുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഏതുപോലെ? അവിടെ ഈ ചെറിയൊരു ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഈ 3 ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷനൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ, 3ാമതായി അദ്ദേഹം വേറൊരു ലോ കൂടി പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. ഹി റെഡ്യൂസ് ദി ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. അപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടി വരും. The law states that when 2 elements form more than one compound, 2 എലമെൻറ്റുകൾ state that when 2 elements form more than one compound, 2 എലമെൻറ്റുകൾ കൂടി ചേർന്ന് ഒന്ന് അതിലധികമോ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുമ്പോൾ, the mass of one element in this compound for a fixed mass of the other element are in the ratio of small whole numbers. അപ്പോൾ അതിലുള്ള ഒരു എലമെൻറ്റിൻ്റെ റേഷ്യോ, മാസിലുള്ള റേഷ്യോ മറ്റൊരു എലമെൻറ്റുമായി കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും കീപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഉദാഹരണം എടുത്ത് പരിശോധിച്ച് നോക്കാം. അപ്പോൾ എന്താ പറഞ്ഞത്? 2 വസ്തുക്കളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഒന്നിൻ്റെ മാസ് നിലനിർത്തിക്കൊണ്ട് മറ്റേതിൻ്റെ മാസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരു റേഷ്യോയിലുണ്ടാകും, ഒരു ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും എന്നാണ് പറയുന്നത്. എപ്പോൾ 2 എലമെൻറ്റുകൾ കൂടി ചേർന്ന് ഒന്നോ അതിലധികമോ കോമ്പൗണ്ടുകൾ ഫോം ചെയ്യുന്ന സമയത്ത്. കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്ൻസ് 2.6642 gram of oxygen for 1 gram of carbon. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ഒരു കാർബൺ ഉണ്ട്, ഒരു കാർബണ് 2 ഓക്സിജൻ ആണുള്ളത്. അപ്പോൾ 1.00 gram കാർബൺ എടുക്കുകയാണെങ്കിൽ അവിടെ 2.6642 gram ഓഫ് ഓക്സിജൻ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു വിധത്തിൽ പറയുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടെയ്ൻസ് twice the mass of oxygen as is contained in carbon monoxide. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് CO ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് CO2 ആണ്. അപ്പോൾ CO2 എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണിനേക്കാൾ 2 ഇരട്ടി ഓക്സിജൻ ഉണ്ട്. ഏതിലുള്ളതിനേക്കാൾ? സാധാരണ കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ അതിൽ ഒരു കാർബൺ ഉണ്ടാകുമോ, ഒരു ഓക്സിജൻ മാത്രമേ ഉണ്ടാവുള്ളൂ. 2.6642 gram is equal to 2 into 1.3321 gram of given mass of carbon. ഓക്കെ, അതായത് അതിന് നേരെ ഡിവൈഡ് ചെയ്തു. 2.6642നെ 1.3321 എന്ന് കിട്ടും.
ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. ഇവിടെ എന്താണ് പറഞ്ഞത്? കാർബൺ മോണോക്സൈഡിൽ ഒരു ഓക്സിജനും ഒരു കാർബണും ഒരേ അളവിലായിരിക്കും. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുമ്പോൾ 2 ഓക്സിജൻ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു കാർബൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ഒരു റേഷ്യോ അതിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് ആറ്റം, എന്താണ് മോളിക്യൂൾസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു.